KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയ കെ സുധാകരൻ ഇപ്പോൾ മണ്ഡലത്തിൽ മുഴുനീള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ജനങ്ങളോട് ഏറ്റുപറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഹൈലൈറ്റ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2019 മുതൽ 24 വരെ കാര്യമായി ഒന്നും തന്നെ തൻ്റെ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ച വ്യക്തിയാണ് കെ സുധാകരൻ. പലരും പല അവകാശവാദങ്ങളും പറയും. ചിലർ പറയും ഞാൻ ഇത്ര ഫണ്ട് ചെലവഴിച്ചു, ഇന്നതൊക്കെ നടപ്പിലാക്കിയത്. കോൺഗ്രസിനുള്ളിൽ അല്പത്തരം പറയാൻ ഏറ്റവും മിടുക്കൻ കൊടിക്കുന്നിൽ സുരേഷ്, മറ്റാരേക്കാളും വീമ്പ് പറച്ചിൽ കൂടുതലുമാണ്. ഇത്തവണ മാവേലിക്കരയിൽ നിരങ്ങി ജയിച്ചു എന്നുള്ളതല്ലാതെ കൊടിക്കുന്നിൽ സുരേഷിന് കാര്യമായ ഒരു റോളും ഇല്ല. കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ നിയോജക മണ്ഡലത്തിൽ 7-ൽ 5 സമ്പൂർണ്ണ ആധിപത്യമാണ് ഉള്ളത്. അതിൽ മട്ടന്നൂരും ധർമ്മടവും മാത്രമാണ് നേരിയ വ്യത്യാസത്തിൽ ഇടതുപക്ഷത്തിന് ലീഡുണ്ടായത്. അതും വെറും 2000-3000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രം. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞത് 20,000-ൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 26,000 വോട്ടിൻ്റെ ലീഡാണ്. അഴീക്കോട് മണ്ഡലത്തിൽ 21,000 വോട്ടിൻ്റെ ലീഡ്. അതുപോലെ തന്നെ സണ്ണി ജോസഫ് ജയിച്ചു വന്ന പേരാവൂരിൽ കെ സുധാകരൻ്റെ ലീഡ് 37,000-ലധികം വോട്ടിൻ്റെ ലീഡാണ്. അതുപോലെ ഇരിക്കൂറിൽ 35,000 വോട്ടിൻ്റെ ലീഡ്. ഒന്ന് ആലോചിക്കണം, MV ഗോവിന്ദൻ എന്ന CPIMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി MLA ആയി പ്രദാനം ചെയ്യുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ്റെ ലീഡ് 10,000 വോട്ടിൻ്റെ ലീഡാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി ഉറപ്പിച്ച് പറയുന്നു, തനിക്ക് ലീഡ് കിട്ടിയ 5 നിയോജക മണ്ഡലവും ജയിച്ചുകൊണ്ടായിരിക്കും താൻ UDFന് കൃത്യമായ സംഭാവന നൽകുന്നത് എന്നുള്ളത് കെ സുധാകരൻ ആവർത്തിച്ച് പറയുകയാണ്. അതൊരുപക്ഷെ ഒരു വ്യക്തി ഇത്രയധികം വ്യക്തമായ ആധിപത്യത്തോടെ പറയണമെങ്കിൽ നിസ്സാര കാര്യമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല. പ്രവർത്തകർക്കിടയിൽ കൃത്യമായി പ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ KK രാഗേഷ് എന്ന CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ഭയപ്പെടുകയാണ്. തനിക്ക് വ്യക്തിപരമായി അനുഭവമുള്ളതാണ് 50,000-ഓളം വോട്ടുകൾക്ക് 2009-ൽ കെ സുധാകരനെതിരെ തോറ്റു തുന്നമ്പാടിയത്. അങ്ങനെയാണ് രാജ്യസഭയിൽ 6 കൊല്ലം പോയി കുളിരു കൊണ്ടത്. അവിടെയും കാര്യമായി ഒന്നും പറയാൻ KK രാഗേഷിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നിലവിൽ കെ സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക, റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുക എന്നുള്ളതാണ്. കെ സുധാകരൻ ആദ്യം 1996-ലാണ് അവിടെ വിജയിച്ചത്. 2001-ലും 2006-ലും വിജയം ആവർത്തിച്ചു. 2009-ലാണ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK രാഗേഷിനെ പരാജയപ്പെടുത്തി MP ആയത്. പിന്നീട് അങ്ങോട്ട് നിരവധിയായ മത്സരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു തവണ മാത്രമാണ് നേരിയ വ്യത്യാസത്തിൽ 5,000 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ PK ശ്രീമതിയോട് പരാജയപ്പെട്ടത്. അതിന് കാരണമായ ചില ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ഏതായാലും കെ സുധാകരൻ നിയമസഭയിൽ വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു അംഗമായിരിക്കണം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കൃത്യമായി യോഗ്യതയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സുധാകരൻ്റെ മത്സരം എല്ലാവരും വീക്ഷിക്കുകയാണ്. ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനാണ് അദ്ദേഹത്തിനുള്ളതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. എല്ലാ തരത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിലും മുൻപന്തിയിൽ താൻ ഉണ്ടാകുമെന്ന് സുധാകരൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്.